നമ്മുടെ കായംകുളത്ത് നല്ല അടിപൊളി ചായയും കടിയും കിട്ടുന്ന ഒരു കട പരിചയപ്പെടുത്താം. നല്ല ഉഗ്രം മുളക് ബജിയും കിഴങ്ങ് ബജിയും അതേപോലെ തന്നെ കാച്ചിൽ വട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സാണ് ഈ കട. എനിക്കിവിടുത്തെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ കറിയും കൂട്ടി മുളക് ബജിയും ബ്രെഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കാൻ തോന്നില്ല. നമ്മുടെ വയറ് സൂപ്പറായിട്ട് നിറയും. ഇവിടുത്തെ കടുപ്പത്തിലുള്ളൊരു ചായ കൂടെ കുടിച്ചാൽ ആഹാ, ഒന്നും പറയാനില്ല. ഇതൊക്കെയുണ്ട് ചേട്ടാ കഴിക്കാനല്ലേക്ക് കടയിലുള്ള ഉള്ളിവട, മുളക് ബജി, മുട്ട ബജി, കിഴങ്ങ് മസാല, പരിപ്പ് വട, പഴംപൊരി, ബ്രെഡ്, കാച്ചിൽ വട, എക്സെട്രാ ഉണ്ട്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കായംകുളം മുക്കവല നമ്മുടെ HHIS സ്ഥാപനത്തിന് സമീപമാണ്. അപ്പം നല്ല ചായയും ബജിയൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് കുറച്ച് നാൾക്ക് ശേഷം എനിക്കൊരു 100 രൂപ ലോട്ടറി ടിക്കറ്റ് അടിച്ചു. അങ്ങനെ ഈ ലോട്ടറി ഏജൻസി വന്നിട്ട് ഞാൻ 100 രൂപ അങ്ങനെ കൈപ്പറ്റുകയാണ്. കുറേ നാളുകൾ കുറേ പൈസ കളഞ്ഞതിന് ശേഷം എനിക്കൊരു 100 രൂപ ലോട്ടറി അടിച്ചു. ഇത് ഞങ്ങളുടെ സ്ഥിരം സോഡ സർബത്ത് കടയാണ്. നമ്മുടെ കായംകുളം പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഇക്കയുടെ കട. അത്യാവശ്യം നല്ല സോഡ സർബത്താണ് ഈ കടയിലെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി 1-1:30 വരേക്കും ഈ കട കാണും. അതാണ് ഈ കടയുടെ ഒരു പ്രത്യേകത. അവിടെ നേരെ കായംകുളം മോറിലേക്ക് പോയി ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് അവക്കാഡോ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവക്കാഡോ മേടിക്കാനായിട്ട് നമ്മുടെ മോറിൽ ചെന്നു. പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശരായി നേരെ കായംകുളത്തെ വിവിധ കടകളിൽ അവക്കാഡോ തിരക്കി പോവുകയാണ്. അവിടെ നേരെ നമ്മുടെ കായംകുളം റിലയൻസ് മാർട്ടിലേക്ക് വന്നു. റിലയൻസ് മാർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ഓഫറിലുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചു. 79 രൂപയ്ക്ക് നല്ല സൂപ്പർ ടർക്കി കണ്ടു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു വാലൻറ്റൈൻസ് ഡേ. എന്തൊക്കെയോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗമല്ലല്ലോ അത്, അതുകൊണ്ട് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ലാത്തത് പോയില്ല. അങ്ങനെ അവക്കാഡോ കണ്ട് 149 രൂപ അവക്കാഡോ. ഞങ്ങൾ അവക്കാഡോ എടുത്തുകൊണ്ട് അത് വെയിങ് മെഷീനിൽ വെയിറ്റ് നോക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് ആൾ മാന്യമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇതെടുക്കണ്ട, സാധനം അത്ര കൊള്ളില്ലെന്ന് പറഞ്ഞു. അതെനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. കാരണം പിന്നെയും ആ കടയിൽ ചെല്ലാനായിട്ട് നമുക്കൊരു വിശ്വാസതയാണ് സാധനത്തിനടുത്ത്. അങ്ങനെ ഈ കാണുന്ന ടർക്കിയും ഒരു ഈന്തപ്പഴവും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ റിലയൻസ് മാർട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ പാർക്ക് ജംഗ്ഷനിലുള്ള ഒരു കടയിൽ നിന്ന് അവക്കാഡോ കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. പല കളറിലുള്ള പഴങ്ങളെല്ലാം നിറഞ്ഞ അതിമനോഹരമായ കട. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ച കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്.